നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ എന്താണെന്ന് കണ്ട്, അതുപോലെ തന്നെ ഹാർഡ്വെയർ എന്താണെന്ന് കണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്താണെന്ന് കണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ലാംഗ്വേജ് എന്തിനാ, ഒരു ഭാഷ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? നമ്മൾ മറ്റുള്ളവരായിട്ട് എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളൊരു ഭാഷ ഉപയോഗിക്കുക, അല്ലേ? നമ്മളുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾക്കിപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുക, നമ്മളുടെ മദർ ടങ് എന്തിലാണ്, മലയാളത്തിലാണ് എന്ത് ചെയ്യുക, നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ചൈനീസ് സംസാരിക്കുന്ന ആളോട് നമ്മൾ എന്ത് ചെയ്ത് നമ്മളുടെ മാതൃഭാഷയിൽ സംസാരിച്ചാൽ എന്ത് ചെയ്യില്ല, അവർക്കത് മനസ്സിലാവില്ല. കാരണം അവർക്ക് നമ്മളെ മലയാളം മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ട്രാൻസ്ലേറ്ററിന് വെക്കും, അല്ലേ? നമ്മളൊരു ട്രാൻസ്ലേറ്ററിന് മലയാളത്തിൽ ദ്വിഭാഷി എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്ലേറ്ററിന് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു ചൈനക്കാരോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ അതിൻ്റെ പേരെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് ദ്വിഭാഷി എന്തിരിക്കും, ചൈനയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഒരു ചൈനക്കാരനാണെങ്കിൽ ചൈനക്കാരൻ എന്ത് ചെയ്യും, അയാളുടെ പേര് പറയും. അപ്പം അയാൾ പേര് പറയുമ്പോൾ എന്ത് ചെയ്യും, അത് നേരെ നമ്മളെ അത് പേരാണെങ്കിലും ഒക്കെ ബാക്കി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും എന്ത് ചെയ്യും, അത് ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യും, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലേക്ക് പറഞ്ഞു തരും. അപ്പം നമ്മളൊരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ആശയങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുന്നതിനാണ് എന്ത് ചെയ്യുക, നമ്മളൊരു ലാംഗ്വേജ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ പോയിട്ട് എനിക്കൊരു പ്ലീസ് പ്ലേ എ മ്യൂസിക് തന്നെ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ നമുക്ക് ഒരു മ്യൂസിക് പ്ലേ ചെയ്തല്ല. കാരണം കമ്പ്യൂട്ടർ എന്ത് ചെയ്യില്ല, അത് മനസ്സിലാവില്ല. കാരണം നമ്മളുടെ ലാംഗ്വേജ് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം, എന്നാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ. കാരണം കമ്പ്യൂട്ടർ എന്നൊരു മെഷീനാണ്. നമ്മളിപ്പോൾ ഒരു മെഷീൻ്റെ മുന്നിൽ പോയിട്ട് എന്ത് ചെയ്യും, അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിലൊക്കെയാണ് ഓക്കെ. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അലക്സാറിനെ ആ റോബോട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പറയും പോലെ പ്രവർത്തിക്കും. അതുപോലെയല്ല നമ്മൾ നോർമൽ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് പ്ലീസ് പ്ലേ മ്യൂസിക് എന്നായിരുന്നു, നമ്മളുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യില്ല, നമുക്കത് കാണിച്ചു തരില്ല. കാരണം ആ റോബോട്ടൊക്കെ കാണാലും ഓക്കെ. അപ്പം അല്ലാത്ത കേസിൽ എന്ത് ചെയ്യും, നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ പറയും. നമുക്ക് ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്താണെന്ന് നോക്കാം. അപ്പം ലാംഗ്വേജ് ഈസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആശയവിനിമയത്തിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഭാഷ ഉപയോഗിക്കുക. നോർമലി പീപ്പിൾ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ത്രൂ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരോട് സംവദിക്കുക എന്താ, ഒരു ആശയവിനിമയം വഴിയാണ് എന്ത് ചെയ്യുക, മറ്റുള്ളവരോട് ജനങ്ങൾ സംവദിക്കുക. ഓൺ ദി സെയിം പാറ്റേൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് കമ്പ്യൂട്ടർ ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ എ ലാംഗ്വേജ്. അതുപോലെ തന്നെയാണെന്ത്, നമ്മൾ കമ്പ്യൂട്ടറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരു ലാംഗ്വേജിൻ്റെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ കമ്പ്യൂട്ടറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആശയവിനിമയം നടത്തുന്ന ഒരു ലാംഗ്വേജിൻ്റെ സഹായത്തോടു കൂടിയാണ്. ദ ലാംഗ്വേജ് ഈസ് അണ്ടർസ്റ്റുഡ് ബോത്ത് ബൈ ദി യൂസർ ആൻഡ് ദി മെഷീൻ. ആ ലാംഗ്വേജ് എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാവണം. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിനും മനസ്സിലാവണം, കമ്പ്യൂട്ടറിന് മെഷീൻ. നോർമലി എവരി ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ ഗ്രാമാറ്റിക്കൽ റൂൾസ്. എല്ലാ ലാംഗ്വേജിനും അതിൻ്റേതായ റൂൾസ് ഉണ്ട്. സിമിലർലി എവരി കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് ബൗണ്ടഡ് ബൈ റൂൾസ് നോൺ ആസ് സിൻടാക്സ് ഓഫ് ദി ലാംഗ്വേജ്. ആ ഗ്രാമാറ്റിക്കൽ റൂളിലാണ് എന്ത് പറയാം, കമ്പ്യൂട്ടറിൻ്റെ സിൻടാക്സ് എന്ന് പറയാം. കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ സിൻടാക്സ് എന്ന് പറയാം. ആ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളാം. നമ്മൾ ഈ ത്രൂ ഔട്ടായിട്ട് നമ്മളെ കോഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് സിൻടാക്സ്. അപ്പോൾ സിൻടാക്സ് എന്താണെന്ന് ഓർത്ത് വെക്കണം. നമ്മളുടെ ലാംഗ്വേജിൻ്റെ ഗ്രാമാറ്റിക്കൽ റൂൾസിനാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ സിൻടാക്സ് എന്ന് പറയാം. അപ്പം നമ്മൾ എന്ത് കണ്ട്, ലാംഗ്വേജ് എന്താണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ്, ജനങ്ങൾ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരുടെ ആശയം മിനിമം ഇൻട്രാക്ട് ചെയ്യുക എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാം, നമ്മൾ കമ്പ്യൂട്ടറായിട്ടും ഇൻട്രാക്ട് ചെയ്യുക. ആ ലാംഗ്വേജിൽ എന്ത് ചെയ്യും, നമുക്കും മനസ്സിലാവും, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാവും. പിന്നെ എല്ലാ ലാംഗ്വേജിലും എന്തുണ്ട്, ഗ്രാമാറ്റിക്കൽ റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ആ കമ്പ്യൂട്ടറിൻ്റെ ഗ്രാമാറ്റിക്കൽ റൂൾസിനാണ് എന്താ പറയുക, സിൻടാക്സ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിലും റൂൾ നോക്കിയിട്ടാണ് നമ്മൾ മലയാളം സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ലാംഗ്വേജ് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റൂൾ നോക്കിയിട്ടാണ് ചെയ്യുക, അല്ലേ? ഇപ്പോൾ ഞാൻ നാളെ അത് പഠിക്കും, അതിന് പകരം ഞാൻ ഇന്നലെ അത് പഠിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോപ്പർ റൂള് കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ, എല്ലാ ലാംഗ്വേജും നമ്മൾ സംസാരിക്കുള്ളൂ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനും ആ ഒരു ഗ്രാമാറ്റിക്കൽ റൂൾ ഉണ്ട്, നമ്മൾ സിൻടാക്സ് എന്ന് പറയും. അപ്പോൾ ആ സിൻടാക്സ് തെറ്റിച്ചാൽ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ എറർ നമുക്ക് വരും. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കി.
ഇനി നമുക്ക് ഈ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട ലാംഗ്വേജുകളുണ്ട്. ഇപ്പോൾ 2 ലാംഗ്വേജാണ് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട ലാംഗ്വേജ്. അത് നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും ലോ ലെവൽ ലാംഗ്വേജ് എന്നും പറയാം. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും. അപ്പം 2 ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാം, 2 ആക്കി തരംതിരിക്കാം. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും. ഫസ്റ്റ് വൺ നമുക്ക് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. ദീസ് ലാംഗ്വേജസ് ആർ നോർമൽ ഇംഗ്ലീഷ് ലൈക്ക്. ഇംഗ്ലീഷ് പോലെ തന്നെ ഉള്ള ലാംഗ്വേജ് ആണെന്ത് നമ്മൾ ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു പാസ് ദി ഇൻസ്ട്രക്ഷൻ ടു ദി കമ്പ്യൂട്ടർ. എന്താണ്, നമുക്ക് അതിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിലോരോ വാചകങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ദ ലാംഗ്വേജസ് ആർ പ്രോബ്ലം ഓറിയൻറ്റഡ്. ഇത് പ്രോബ്ലം ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സമ്മ് കാണാനോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവറേജ് കാണാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ഓപ്പറേഷൻസ് ഇപ്പോൾ എന്താ ഏരിയ കാണാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റഗ്രേഷൻ ചെയ്യാനോ ഡിഫറൻസിയേഷൻ ചെയ്യാനോ, അങ്ങനെ എന്ത് പ്രോബ്ലം ഓറിയൻറ്റഡ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഓഫേഴ്സ് റീഡബിലിറ്റി. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈസി ഡീബഗിങ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എററൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യുന്നതിനാണ് എന്ത് പറയാം, പോർട്ടബിലിറ്റി എന്ന് പറയാം. അതായത് ഞാനിപ്പോൾ എൻ്റെ ഫോണിലൊരു ലാംഗ്വേജിലൊരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാം എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരാളുടെ ഫോണിൽ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. അതിനാണ് പോർട്ടബിലിറ്റി എന്ന് പറയുക. അതായത് ക്യാരി ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യുന്നതിനാണ് എന്ത് പറയാം, പോർട്ടബിലിറ്റി എന്ന് പറയുക. അതായത് ഞാൻ എൻ്റെ ഒരു വീട്ടിൽ എഴുതിയൊരു പ്രോഗ്രാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ, അതായത് നമ്മളെ കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതിനാണ് പോർട്ടബിലിറ്റി. അതുപോലെ തന്നെ ഈസി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഉള്ള ലാംഗ്വേജസ് ആണ് ബേസിക്, കൊബോള്, ഫോർട്രാൻ, പാസ്കൽ, സി, ജാവ, PHP, അങ്ങനെ കുറേ ലാംഗ്വേജസ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താ, നമ്മളുടെ ഇംഗ്ലീഷൊക്കെ പോലെ തന്നെ ഒരു ലാംഗ്വേജ് ആണെന്ത്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്ക് ഈസി, ഒരു യൂസർക്ക്, ഒരു പ്രോഗ്രാമർക്ക്, അതായത് ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന്മാർക്കൊക്കെ എന്താണ് ഈസി ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കാനും പറ്റും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലാംഗ്വേജസ് ഒക്കെ എന്താണ്, പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. നമുക്ക് എന്ത് മാത്തമാറ്റിക്കൽ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മനുഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ലാംഗ്വേജ് ആണ്. യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്നാൽ മെഷീൻ ലാംഗ്വേജ് എന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന, നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതിലധികം ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ അത് കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് ഇംഗ്ലീഷ് എന്താ, മലയാളം എന്താ, ചൈനീസ് എന്താ, അറബി എന്താ, ഹിന്ദി എന്താണെന്നും കമ്പ്യൂട്ടറിന് അറിയില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് അറിയണ ആകെ ഒരു ഭാഷ മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും, അതായത് ലോ ലെവൽ ലാംഗ്വേജ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഹൈ ലെവലിൽ നിന്ന് നേരെ എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ലോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾക്ക്, അതായത് ഹ്യൂമൻ ബീയിങ്ങിന് മനസ്സിലാവുന്നതാണ്. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടേംസൊക്കെയാണ് അതിലുണ്ടാവുക. പ്രിൻറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക, വ്യൂ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അതിലുണ്ടാവുക. അപ്പോൾ അത് എന്ത് ചെയ്യില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് എന്ത് ചെയ്യും, നമ്മളിതിനെ മാറ്റും. അതിനാണ് എന്ത് പറയാം, ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് മാറ്റുക. അപ്പോൾ അതിന് മാറ്റുന്നത് എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സിനെ ഉപയോഗിക്കും. അപ്പോൾ അത് കമ്പൈലർ, ഇൻ്റർപ്രറ്ററിനെ, ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ആ ഒരു പോർഷൻ എത്തുമ്പോൾ പഠിക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക എന്ത് ചെയ്യുക, ഈ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ഹ്യൂമൻ ബീങ്ങിനെ മനസ്സിലാവുള്ളൂ, അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് മെഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷ് പോലെ തന്നെ ലാംഗ്വേജ് ആണ്. അതായത് നമുക്കൊക്കെ പെട്ടെന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. പിന്നെ അത് ഓഫർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, റീഡബിലിറ്റി, അതുപോലെ തന്നെ ഈസി ഡീബഗിങ്, അതായത് എറർ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പോർട്ടബിലിറ്റി, നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
ഇതാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്. അപ്പോൾ ഈ ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. അത് ഫസ്റ്റ് വൺ ആണ് മെഷീൻ ലാംഗ്വേജും സെക്കൻഡ് വൺ അസംബ്ലി ലാംഗ്വേജും. എന്താ ഈ ഒരു മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അസംബ്ലി ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പം ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ലോ ലെവൽ ലാംഗ്വേജായ മെഷീൻ ലാംഗ്വേജിനെ നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 2 ടൈപ്പ് ഉള്ളത്, മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ഫസ്റ്റ് വൺ ആണ് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് ഈസ് ഓൺലി ലാംഗ്വേജ് ദാറ്റ് ഈസ് ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന, ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഒരൊറ്റ ഭാഷ മാത്രമേ ഉള്ളൂ, അത് മെഷീൻ ലാംഗ്വേജ് ആണ്. അതായത് നമ്മളെ ഇംഗ്ലീഷോ നമ്മളുടെ മലയാളമോ നമ്മളുടെ ഹിന്ദിയോ അല്ലെങ്കിൽ അറബിക്കോ ഉറുദോ ഒരു ഭാഷ എന്തില്ല കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരൊറ്റ ഭാഷയുള്ളത് അത് മെഷീൻ ലാംഗ്വേജ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി മറ്റ് ഭാഷകളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ മലയാളം മാത്രമേ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇത് കമ്പ്യൂട്ടറിൻ്റെ കേസിലും. കമ്പ്യൂട്ടറിന് ഈ ഒരു മെഷീൻ ലാംഗ്വേജ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കുക, അത് വളരെ ബേസിക് ഒരു പോയിന്റാണ്. കമ്പ്യൂട്ടറിന് ആകെ ഒരു ഭാഷ മാത്രമേ അറിയുള്ളൂ, അത് മെഷീൻ ലാംഗ്വേജ് ആണ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് എനി ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം. അതായത് അതിനെന്തില്ല, ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഹൈ ലെവൽ ലാംഗ്വേജിനാണല്ലോ ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ല. കാരണം ഹൈ ലെവൽ ലാംഗ്വേജ് ഒരിക്കലും കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല ഡയറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതും മെഷീൻ ലാംഗ്വേജ് ആയതുകൊണ്ട് പിന്നെ അതിന് വേറെ ആവശ്യങ്ങളൊന്നുമില്ലല്ലോ, ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. വി ഓൾസോ കോൾ ഇറ്റ് മെഷീൻ കോഡ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് സ്ട്രിങ്സ് ഓഫ് വൺസ് ആൻഡ് സീറോസ്. നമ്മളതിനെ മെഷീൻ കോഡ് എന്ന് പറയും. അതുപോലെ തന്നെ അത് എഴുതുക 1 and 0 ആയിട്ടാണ്. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവിടെ 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, 1ഉം 0യും. അപ്പോൾ എന്ത് എഴുതുകയാണെങ്കിലും ഈ 1ഉം 0യും വെച്ചാണ് എഴുതുക. നമ്മളിപ്പം ഹായ് ഐ ആം ഡൂയിങ് BCA എന്ന് പറയാം. അപ്പോൾ ഹായ്ക്ക് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1ഉം 0 എഴുതും, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1ഉം 0 എഴുതും, ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1ഉം 0 ഉള്ളൂ. ഹായ് ഐ ആം ഐക്കുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1ഉം 0 എഴുതും, ഐ ആമിൻ്റെ എക്കുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1ഉം 0 എഴുതും, എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1ഉം 0. അപ്പോൾ നമ്മൾ എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1ഉം 0 ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇവിടെ പ്രോഗ്രാം എഴുതുക. ഇപ്പം എ എന്നതാണെങ്കിൽ അത് ചിലപ്പം 1100 അല്ലെ 1010 അല്ലെ ഇപ്പോൾ 10 ഒക്കെ ആണെങ്കിൽ 1010 അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യാം. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളിപ്പം നമ്പർ എടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു ഒരു വേർഡ് ലെറ്റർ എടുക്കുക, അതിന് എന്ത് സാധനം എടുത്താലും എന്താണ് അതിനൊക്കെ കറസ്പോണ്ടിങ് 1ഉം 0 ആയിട്ട് എന്ത് ചെയ്യുക അവിടെ ട്രീറ്റ് ചെയ്യുക. അപ്പം മെഷീൻ ലാംഗ്വേജ് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടറിന് ഈ ഒരു 1ഉം 0 മാത്രം എന്തായാലും 1ഉം 0യും വെച്ചുള്ള ലാംഗ്വേജ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നുള്ളൂ. വേറൊരു നമ്മൾ ഇംഗ്ലീഷോ മലയാളമോ ഒന്നും എന്ത് ചെയ്യില്ല കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ മെഷീൻ ലാംഗ്വേജ് ആണ് എന്ത് കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഒരേ ഒരു ഭാഷ. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിനൊരു ട്രാൻസ്ലേറ്റർ ഒരു ദ്വിഭാഷീൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളിതിനെ മെഷീൻ കോഡ് എന്ന് പറയും. അത് എഴുതുക 1ഉം 0 ആയിട്ടാണ്. അപ്പോൾ ഈ 1ഉം 0 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അത് കമ്പ്യൂട്ടറിന് അതേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്ത് എഴുതുകയാണെങ്കിലും എന്ത് 1ഉം 0 ആയിട്ടാണ്. ഇപ്പോൾ ഹായ് ഐ ആം അല്ല ഹായ് ഐ ആം ഡൂയിങ് BCA എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കറസ്പോണ്ടിങ് ഹായ്ക്കുള്ള കറസ്പോണ്ടിങ്ങുള്ള 1ഉം 0 എഴുതും, അയാമിന് കറസ്പോണ്ടിങ് 1ഉം 0 എഴുതും, ഡൂയിങ്ങിന് കറസ്പോണ്ടിങ്ങിൽ 1ഉം 0 എഴുതും, BCAക്ക് കറസ്പോണ്ടിങ്ങിൽ 1ഉം 0 എഴുതും. അപ്പോൾ എന്ത് കാര്യം നമ്മൾ എഴുതുകയാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1ഉം 0 ആയിട്ട് എന്ത് ചെയ്യുള്ളൂ നമ്മൾ മെഷീൻ കോഡിൽ എഴുതുള്ളൂ. അപ്പം ലോ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ മെഷീൻ ലാംഗ്വേജ് ആണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ മെഷീൻ ലാംഗ്വേജ് എന്നാൽ കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവും, ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ല, 1ഉം 0 ആയിട്ടാണ് എഴുതുക. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് കണ്ടത്. നമ്മൾ ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജ് ആണ്. അതായത് നമുക്ക് യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമ്മളെ മനുഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ജനറലായിട്ട് കമ്പ്യൂട്ടർ ലാംഗ്വേജ് 2 ടൈപ്പാണെന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ജനറലി ലാംഗ്വേജ് എന്താണെന്നും കൂടെ നമ്മൾ ഇന്ന് കണ്ട്.